ഇന്നലെ രാത്രി 10 മണിക്ക് നടത്തിയുള്ള സംഭവമാണോ ഇത് കൊണ്ടോട്ടി ഏരിയയിലെ നെടുമ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആൾക്ക് ഒരു നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു 307 IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ നിലവിൽ 3 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഒരു സംശയമുള്ള ആളും ഇത് കൂടാതെ ഒരു കസ്റ്റഡിയിലുണ്ട്. ഈ 3 പേർ ഫൈസൽ ബാബു, സിറാജ് ആൻഡ് സനീർ. ഈ 3 പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളാണ്. സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇതിൽ ഒരു പേര് ഫൈസൽ ബാബു വിക്ടിം ആയിരുന്നു. സോ അതിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. റിവെഞ്ച് പോലെയാണോ അത് ഈ സമയം ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അതാണോ? ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായ ശേഷം മാത്രം പറയാൻ പറ്റും. നേരിട്ട് പങ്കെടുക്കും. അത് ഒരു ഈ 3 പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ടോ? ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടില്ല. മൊത്തം ഈ അക്യൂസ്ഡിന്റെ വെർഷൻ പ്രകാരം 5 പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു ഇത് 5 കൂടുതൽ പേരുണ്ടാവും. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണോ അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായ ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. അത് നമ്മൾ അന്വേഷിക്കുന്നു. ഇപ്പോൾ ICUലാണോ? ഇന്നലെ രാത്രി കുറച്ച് സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ICUലാണോ? നമ്മൾ ഡോക്ടറിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. നോ, ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ. സോ നമ്മൾ എല്ലാ പോർട്ടൽസ് നോക്കുന്നുണ്ടോ. അവരുടെ വെർഷൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിന്റെ വൈരാഗ്യന്റെ ഭാഗമായി ഈ ഇന്നലത്തെ ഉള്ള ഇത് കൊട്ട് ചെയ്തു. അവരുടെ വെർഷൻ പ്രകാരം ഈ അടിക്കെട്ടിത്തുള്ള സുലൈമാൻ കുറച്ച് ആ അക്യൂസ്ക്ക് കുറച്ച് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ശരിക്കും 2 കേസസ് ഉണ്ടായിരുന്നു. ആദ്യം കേസ് പോലീസ് ഓൾറെഡി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കേസിൽ മെയിൻ പ്രതിനെതിരെ 107 CRPC പ്രൊസീഡിംഗ് നമ്മൾ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമാണ്. ആ കേസിൽ ഫൈസൽ ബാബു വിക്ടിമായിരുന്നു. നോ, ഇതുവരെ വൈരാഗ്യം മാത്രമാണോ? അത് പ്രത്യേകിച്ചും ഇത് ഗുണ്ട ആക്രമണം പോലെ തോന്നില്ല. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായ ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. ബാക്കി നമ്മുടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം എല്ലാ പ്രതികൾ നമ്മുടെ ജില്ലയിൽ പുറത്തുള്ള ജില്ലയുള്ള കാറാണ്. അത് ഫ്രണ്ട്സ് ആണോ? അത് എല്ലാ സുഹൃത്തുക്കളാണോ? ഇതുവരെ നമ്മുടെ കസ്റ്റഡിയിലുള്ള എല്ലാവരും ജില്ലയിൽ പുറത്തുള്ള ആണ്.